ശരിക്കും അവഗണിക്കപ്പെട്ട ഒരു രോഗാവസ്ഥയാണിത്. എന്നുവെച്ചാൽ ആരും നേരെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളത് ഒരു 10-ൽ ഒരാൾക്ക് വരാമെന്നാണ്. അത് മൈൽഡായിട്ട് വരാം, സിവിയറായിട്ട് ഉണ്ടാവാം. മൈൽഡായിട്ട് വരുന്നത് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ 2 വീക്സ് കഴിയുമ്പോൾ തന്നെ മാറും. അത് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നാണ് നമ്മൾ പറയുക. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ പിന്നെയും പേഴ്സിസ്റ്റ് ചെയ്യുന്നതിനാണ്. ശരിക്കും ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇയേഴ്സ് അങ്ങനെ തുടർന്ന് പോകാം എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡെലിവറി ടൈമിൽ ബ്രെയിനിലെ പല കെമിക്കലുകളിലും വ്യത്യാസം ഉണ്ടാവും. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോണിൽ വ്യത്യാസം ഉണ്ടാവും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബ്രെയിനിൽ പല കെമിക്കൽസും ഉണ്ട്, അതിൻ്റെ എല്ലാം അളവിൽ വ്യത്യാസം വരും. അത് ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് വരുന്നത്. ഇപ്പം അത് നിങ്ങൾ എങ്ങനെയാണ് വിചാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാവർക്കും ഹൈപ്പർ ടെൻഷൻ, BP-യും ഡയബറ്റീസും ഒന്നും പ്രഗ്നൻസിയിൽ വരില്ല. അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ അധികം വോമിറ്റിങ്ങോ ഒന്നും, ചിലർക്ക് വോമിറ്റിങ്ങേ ഉണ്ടാവില്ല, ചിലർക്ക് അധികം വോമിറ്റിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞാലും ഇതുപോലെ ഡിപ്രഷൻ എല്ലാവരിലും വരണം എന്നില്ല, ചിലരിലുണ്ടാവും. അത് നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ്. സിംറ്റംസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ഉറക്കമില്ലായ്മ, ശ്രദ്ധക്കുറവ്. അതുപോലെ ചില പേഷ്യൻസ് പറയും, ഡോക്ടറെ എനിക്കങ്ങ് കരയണം എന്ന് തോന്നുന്നു, പ്രത്യേകിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ബേബിയെ ശ്രദ്ധിക്കുകയോ പാല് കൊടുക്കണം എന്ന് തോന്നുകയോ ഒന്നും ചെയ്യില്ല. അതുപോലെ മൂഡ് സ്വിങ്സ് വരുന്നു പേഷ്യൻറ്റിന്. ഈ ഒരു രീതിയിലാവുമ്പോഴത്തേക്ക് അത് നമ്മളെ എങ്ങനെയാണ്, നമ്മൾ കൂടെ ചുറ്റുമുള്ളവർ തന്നെയാണ് അത് കണ്ടുപിടിക്കേണ്ടത്. അപ്പം പേരൻസ് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇല്ലെങ്കിൽ ആരാണോ ഡോക്ടേഴ്സ് ആരാണോ അവരെ നോക്കുന്നത് അവരോട് കാര്യങ്ങൾ പറയുക. എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. കാരണം ഇത് സൂയിസൈഡ് വരെയും ചെന്നെത്താവുന്ന ഒരു രോഗാവസ്ഥയാണ്, നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ടതല്ല. ബേബിക്ക് ഹാംഫുൾ ആകാം. ഇതിലെന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ കുഞ്ഞിലേക്ക് പോകും. മദറിൻ്റെ പ്രോബ്ലംസ് ഒന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. അവൾ ആ ഡെലിവറിയുടെ സ്ട്രെസ്സിലൂടെ കടന്നു പോയതാണ്. അപ്പം അവൾക്കും സപ്പോർട്ട് ആവശ്യമാണ്. പേഷ്യൻറ്റിന് ഇങ്ങനെയുള്ള സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ കൺസേൺ ഡോക്ടറോട് അത് പറയുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക. സൈക്യാട്രിക് സപ്പോർട്ട് എടുക്കുന്നതിൽ ആരും വിമുഖത കാണിക്കാൻ പാടില്ല. കാരണം ഇപ്പം നമുക്കൊരു തൈറോയിഡ് പ്രോബ്ലം വരികയാണെങ്കിൽ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാൽ മാത്രമേ അത് റെഡി ആവുകയുള്ളൂ. അത് നമ്മുടെ ബോഡിയിൽ നോർമൽ ആവുകയുള്ളൂ ആ ഹോർമോൺ. അതുപോലെ തന്നെ ഈ കെമിക്കലിൽ കുറവ് വരുന്നത്, ആ കെമിക്കലിൽ അത് റീപ്ലേസ് ചെയ്യുന്ന ടാബ്ലറ്റ്സ് കഴിച്ചാൽ തന്നെ റെഡി ആവുകയുള്ളൂ. പിന്നെ കൗൺസിലിങ്ങും ഒക്കെ തന്നെ കൊടുക്കണം. അതിനൊരു ടീം ഓഫ് ട്രീറ്റ്മെൻറ്റ്, ആ ട്രീറ്റ്മെൻറ്റ് അത് ഡോക്ടർ കണ്ടിട്ട് നിശ്ചയിച്ചിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. മദറിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം പോസ്റ്റ്മോർട്ടം പീരീഡിൽ ഇങ്ങനെയുള്ള സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ.